CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോങ്ങാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. നാട്ടുകാരെ അണിനിരത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഷൈജു സമരം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിൽ താപനില അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫിസിക്കൽ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. കടുത്ത വേനലിനെ തുടർന്ന് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിൽ അനുഭവപ്പെട്ട രക്തക്ഷാമത്തിന് പരിഹാരവുമായി DYFI. ബ്ലഡ് ബാങ്ക് കാലിയാകില്ല എന്ന ലക്ഷ്യത്തോടെ DYFI പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിലെ കുരുത്തിച്ചാൽ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടി വൈകുന്നു. ഭൂമിക്ക് ആദ്യ 5 വർഷത്തെ പാട്ടത്തുക ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടും പദ്ധതി രൂപരേഖയും ജില്ലാ ഭരണകൂടം സർക്കാരിലേക്ക് അയച്ചിട്ട് മാസങ്ങളായി. കോങ്ങാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. നാട്ടുകാരെ അണിനിരത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ബൈജു സമരം ഉദ്ഘാടനം ചെയ്തു. ജനുവരി മാസം മുതൽ തുടങ്ങിയ മുഴുവൻ ഭരണസമിതി യോഗങ്ങളിലും വേനൽ കടുക്കുന്നു, കുളങ്ങൾ വറ്റി വരളുന്നു, കിണറുകൾ വറ്റി വരളുന്നു, ചൂട് കൂടുന്നു, ജലക്ഷാമം അതിരൂക്ഷമാകുന്നു. ഇതിനെ കരുതിയിരിക്കണം. പഞ്ചായത്ത് സെക്രട്ടറിയോടും പഞ്ചായത്തിലെ ഭരണക്കാരോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ആവർത്തിച്ച് പറയുകയാണ്. ആരോ എങ്ങനെയോ ഭരിച്ചോട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ആളുകളുടെ നിരന്തരമായ ആവശ്യം, ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി മുൻകൂട്ടി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇവിടെയുള്ള കിണറുകൾ വറ്റിക്കൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൗൺ കുടിവെള്ള പദ്ധതി, അതിന്റെ കുഴൽക്കിണറില് ചെളി നിറഞ്ഞ് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ടൗൺ കുടിവെള്ള പദ്ധതിയുടെ പഴയ പ്രസിഡന്റ് കുമാരൻ നായരുടെ വളപ്പിലുള്ള കൊക്കറമി വറ്റി വരളുന്നു, വെള്ളമില്ല. തൊട്ടപ്പുറത്ത് തോട്ടുപാലത്തിന്റെ പരിസരത്ത് നിന്നും തെക്കേപ്പാതയിൽ നിന്നും പമ്പ് ചെയ്യുന്ന കുടിവെള്ള പദ്ധതി കുഴൽക്കിണർ, അതിലെ വെള്ളം വറ്റുന്നു. മണ്ണാത്തറത്തോട്ടം, പൂളക്കുണ്ട്, പൂതങ്കോട്, വീണ്ടപ്പാറ, വെട്ടുകുളം, ചാത്തൻകുളം, പുളിയങ്കാട്, കൊട്ടശ്ശേരി, കവളയങ്ങൽ തുടങ്ങിയ പഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാക്കനിയായതോടെയാണ് നാട്ടുകാരെ അണിനിരത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 100 കണക്കിന് നാട്ടുകാർ ഒഴിഞ്ഞ കുടങ്ങളും പാത്രങ്ങളുമായാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയത്. മുടങ്ങിപ്പോയ കുടിവെള്ള പദ്ധതികളുടെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കുക, പുതിയ പദ്ധതികൾ ഉടൻ പൂർത്തിയാക്കുക, അതിരൂക്ഷമായ ക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ അടിയന്തരമായി ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പഞ്ചായത്ത് അംഗങ്ങളായ CN ശിവദാസൻ, CK ഹരിദാസ്, CB ഹംസ, ശോഭ വാസുദേവൻ, TU മുരളീകൃഷ്ണൻ, TV രാമദാസ്, UJ ഹരിഗോവിന്ദൻ, ഗോപിനാഥ് പൊന്നാനി, CO സദാനന്ദൻ, MC പൊന്നുകുട്ടൻ, നൌഷാദ് കരിമ്പ, ജെയ്സൺ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. CCN കോങ്ങാട്. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിലെ കുരുത്തിച്ചാൽ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടി വൈകുന്നു. ഭൂമിക്ക് ആദ്യ 5 വർഷത്തെ പാട്ടത്തുക ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടും പദ്ധതി രൂപരേഖയും ജില്ലാ ഭരണകൂടം സർക്കാരിലേക്ക് അയച്ചിട്ട് മാസങ്ങളായി. കുരുത്തിച്ചാലിൽ അപകടങ്ങൾ സംഭവിക്കുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കാനായിരുന്നു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി നടപ്പാത, വ്യൂ പോയിന്റ്, ശൌചാലയങ്ങൾ, കഫ്തീരിയ തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തൂക്കുപാലം, കണ്ണാടിപ്പാലം, സാഹസിക വിനോദം എന്നിവയും ഭാവിയിൽ നടപ്പാക്കാൻ ഉദ്ദേശമുണ്ട്. വിനോദസഞ്ചാര പദ്ധതിക്ക് ആവശ്യമായ 1.5 ഏക്കർ റവന്യൂ വകുപ്പിന്റെ അധീനതയിലാണ്. ഇത് DTPCക്ക് കൈമാറുന്ന മുറയ്ക്ക് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് നീക്കം.
റവന്യൂ വകുപ്പ് പാട്ട വ്യവസ്ഥയിലാണ് ഭൂമി നൽകുന്നത്. ഭൂമിക്ക് ആദ്യ 5 വർഷത്തെ പാട്ടത്തുക ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടും പദ്ധതി രൂപരേഖയും ജില്ലാ ഭരണകൂടം സർക്കാരിലേക്ക് അയച്ചിട്ട് മാസങ്ങളായി. എന്നാൽ ഇതുവരെ ഉത്തരവ് ലഭ്യമായിട്ടില്ല. DTPC 1.29 കോടി രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചിട്ടുള്ളത്. ഭൂമി കൈമാറ്റം സംബന്ധിച്ച് സർക്കാരിൽ നിന്ന് നിരാക്ഷേപ പത്രം ലഭ്യമായാൽ ഉടൻ പണി തുടങ്ങുമെന്ന് DTPC സെക്രട്ടറി സിൽബർട്ട് അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപയും കുമരംപുത്തൂർ പഞ്ചായത്ത് 5 ലക്ഷം രൂപയും പദ്ധതിക്കായി നീക്കിവെച്ചിട്ടുണ്ട്. സൈലന്റ് വാലി മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന അരുവി കുന്തിപ്പുഴയുമായി മാറുന്നത് കുരുത്തിച്ചാലിൽ നിന്നാണ്. കാടിന്റെ വന്യതയും വെള്ളത്തിന്റെ കുളിരും ഒരേ സമയം അനുഭവിക്കാനാകുമെന്നതാണ് കുരുത്തിച്ചാലിന്റെ പ്രത്യേകത. ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നുമായി ധാരാളം പേർ ഇവിടെ എത്താറുണ്ട്. എന്നാൽ പുഴയിലെ ചുഴികളും പാറക്കെട്ടുകൾക്കിടയിലെ ആഴമേറിയ ഇടങ്ങളും അപകടം വിളിച്ചു വരുത്തുന്നതാണ്. കാര്യക്ഷമമായ സുരക്ഷ ഒരുക്കുന്നതിനാകണം പ്രഥമ പരിഗണന. CCN മണ്ണാർക്കാട്. കടുത്ത വേനലിനെ തുടർന്ന് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിൽ അനുഭവപ്പെട്ട രക്തക്ഷാമത്തിന് പരിഹാരവുമായി ഡിവൈഎഫ്ഐ. ബ്ലഡ് ബാങ്ക് കാലിയാകില്ല എന്ന ലക്ഷ്യത്തോടെ ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൂട് വർദ്ധിച്ചതോടെ രക്തദാതാക്കളുടെ കുറവുണ്ടാവുകയും ഇത് ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതിസന്ധി കണക്കിലെടുത്താണ് യുവജന സംഘടന അടിയന്തരമായി ക്യാമ്പ് ഒരുക്കിയത്. ബ്ലോക്ക് സെക്രട്ടറി ഇ ഷിജിൽ, ജില്ലാ കമ്മിറ്റി അംഗം ഹരിമോൻ, ട്രഷറർ KT ജിജീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പെരിന്തൽമണ്ണ ബ്ലോക്കിന് കീഴിലെ വിവിധ മേഖലാ കമ്മിറ്റികളിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ ക്യാമ്പിലെത്തി രക്തദാനം ചെയ്തു. രക്തക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ ഇവിടെ ഇൻഹൗസ് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ ഒരു പത്രവാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കനത്ത ചൂടും അതുപോലെ തന്നെ ക്യാമ്പസുകൾ, കോളേജുകളെല്ലാം അടച്ച സാഹചര്യത്തിൽ പെരിന്തൽമണ്ണ പോലെയുള്ള ആശുപത്രികളുടെ നഗരത്തിൽ വലിയ തോതിലുള്ള രക്തക്ഷാമത്തിനാണ് ഇവിടെ പരിഹാരം കാണുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇനി തുടർന്ന് അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും വിവിധ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ക്യാമ്പ് നടത്താൻ വേണ്ടി ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും രക്തക്ഷാമം പരിഹരിക്കുന്നതിനായി ബ്ലോക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അപകട മേഖലയായ കരിങ്കലത്താണി 53-ാം മൈൽ വളവിൽ 2 ലോറികൾ കൂട്ടിയിടിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 5:30ഓടെയാണ് അപകടം സംഭവിച്ചത്. പാലക്കാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് സിമന്റ് പൈപ്പുകൾ കയറ്റി പോവുകയായിരുന്ന ലോറിയും എതിരെ വന്ന കണ്ടെയ്നർ ട്രക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 2 വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നെങ്കിലും ഡ്രൈവർമാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെ പള്ളിയിൽ നിസ്കാരത്തിനെത്തിയവരാണ് വലിയ ശബ്ദം കേട്ട് ഓടിയെത്തുകയും വാഹനത്തിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുത്ത് രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത്. കൊടും വളവുള്ള ഈ പ്രദേശം സ്ഥിരം അപകട മേഖലയാണ്. അപകടത്തെ തുടർന്ന് റോഡിൽ ഓയിലും മറ്റും പടർന്നത് ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കി. തുടർന്ന് വട്ടമ്പലത്തിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി റോഡ് പൂർണ്ണമായും ശുചീകരിച്ച ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. CCN ചത്തല്ലൂർ. പാലക്കാട് ജില്ലയിൽ താപനില അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫിസിക്കൽ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രൊഫഷണൽ ടെക്നിക്കൽ കോളേജുകൾക്കും കോച്ചിംഗ് സെന്ററുകൾക്കും ഉത്തരവ് ബാധകമാണ്. ജില്ലയിൽ നിലവിൽ 40.1 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും അനുഭവപ്പെടുന്ന ചൂട് 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കൂടാതെ അൾട്രാവയലറ്റ് ഇൻഡെക്സ് 7 ആയി ഉയർന്നതിനാൽ ഹീറ്റ് സ്ട്രോക്ക്, ഡീഹൈഡ്രേഷൻ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും ക്ലാസ് മുറികളിലെ വായുസഞ്ചാരക്കുറവ് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും കണക്കിലെടുത്താണ് കളക്ടറുടെ നടപടി. വരും ദിവസങ്ങളിലും ചൂട് കുറയാൻ സാധ്യതയില്ലെന്നും താപനില 37 ഡിഗ്രി സെൽഷ്യസ് താഴെ തുടർച്ചയായി 2 ദിവസം രേഖപ്പെടുത്തുന്നതുവരെ ഈ നിയന്ത്രണം തുടരുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഫിസിക്കൽ ക്ലാസുകൾ നിർത്തിവെക്കുന്നതോടെ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് നഷ്ടം ഉണ്ടാകാതിരിക്കാൻ 24 മണിക്കൂറിനകം ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പ്രാക്ടിക്കൽ ക്ലാസുകൾക്കും മാറ്റമുണ്ടാവില്ല. ന്യൂസ് ഡെസ്ക് CCN.
നെല്ലായ അഞ്ചമ്പലം മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആരംഭിച്ചു. തിങ്കളാഴ്ച മെഗാ നാരായണീയ പാരായണത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ചൊവ്വാഴ്ച നടക്കുന്ന വിശേഷാൽ പൂജകളോടെയും കലാപരിപാടികളോടെയും ആഘോഷ പരിപാടികൾ സമാപിക്കും. രാവിലെ 6 മണിക്ക് മെഗാ നാരായണീയ പാരായണത്തോടെയാണ് പ്രതിഷ്ഠാദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത്. ചൊവ്വാഴ്ച പുലർച്ചെ നട തുറക്കലിനെ തുടർന്ന് അഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. 6:30 മുതൽ സോപാന സംഗീതവും 7:45 മേളവും അരങ്ങേറും. 9:30 ഓട്ടൻതുള്ളലും 11 മണിക്ക് തൃത്തായമ്പകയും നടക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ പ്രസാദവൂട്ട് ഉണ്ടായിരിക്കും. വൈകുന്നേരം 2:45 മുതൽ കുട്ടികളുടെ വിവിധ നൃത്തനൃത്യങ്ങളും കൈകൊട്ടിക്കളിയും അരങ്ങേറും. CCN ചെർപ്പുളശ്ശേരി. കഥകളി അരങ്ങിനു പേരുകേട്ട മണ്ണമ്പറ്റ പച്ചായൽ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചു നടന്ന കഥകളി ആസ്വാദകർക്ക് നവ്യാനുഭവമായി. ഉത്സവ ബലിദിനമായ ഞായറാഴ്ച രാത്രി 7:30 പ്രമുഖ കലാകാരന്മാർ അണിനിരന്ന കഥകളി അരങ്ങേറിയത്. ബാലിവിജയം, കിരാതം എന്നീ ആട്ടക്കഥകളാണ് വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. കോട്ടയ്ക്കൽ ദേവദാസ്, കലാമണ്ഡലം കുട്ടിക്കൃഷ്ണൻ, കലാനിലയം വാസുദേവൻ, RRV പ്രമോദ്, രാഗിണി ശർമ്മൻ, സദനം വിപിൻ ചന്ദ്രൻ, പ്രഭ കിഴക്കേടം എന്നിവർ വിവിധ വേഷങ്ങളിൽ വേദിയിലെത്തി. ജിഷ്ണു ഒരുപുലാശ്ശേരി, അഭിജിത്ത് വാര്യർ, നിരഞ്ജൻ നെടുമ്പള്ളി എന്നിവരുടെ സംഗീതവും സദനം രാമകൃഷ്ണൻ, കലാമണ്ഡലം സുധീഷ് എന്നിവരുടെ ചെണ്ടമേളവും കലാമണ്ഡലം ജയപ്രസാദും സുധീഷ് പാലപ്പുറവും ചേർന്നൊരുക്കിയ മദ്ദളവും കഥകളിക്ക് മിഴിവേകി. കലാമണ്ഡലം സുധീഷ് ചുട്ടിയും ചെങ്ങന്നൂർ ബാലനും സംഘവും അണിയറയും കൈകാര്യം ചെയ്തു. ജയ ജയ കുംഭകർണ അഗ്രജാമോ ജയ ജയ ശൂർപ്പണഖ സഖജ സത്ര വിജയീ ജനഗാഭോ കഥകളിക്ക് മുന്നോടിയായി ശിവദം കലാസമിതിയുടെ കൈകൊട്ടിക്കളിയും TKD വായനശാല വനിതാവേദിയുടെ പിന്നൽ തിരുവാതിരയും നടന്നു. ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച പള്ളിവേട്ടയും ചൊവ്വാഴ്ച പുലാപ്പറ്റ രമേശനും സംഘവും നയിക്കുന്ന പഞ്ചവാദ്യത്തോടെയുള്ള ആറാട്ട് എഴുന്നള്ളിപ്പും നടക്കും. CCN കടമ്പഴിപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കോങ്ങാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. നാട്ടുകാരെ അണിനിരത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഷൈജു സമരം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിൽ താപനില അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫിസിക്കൽ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. കടുത്ത വേനലിനെ തുടർന്ന് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിൽ അനുഭവപ്പെട്ട രക്തക്ഷാമത്തിന് പരിഹാരവുമായി ഡിവൈഎഫ്ഐ. ബ്ലഡ് ബാങ്ക് കാലിയാകില്ല എന്ന ലക്ഷ്യത്തോടെ ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിലെ കുരുത്തിച്ചാൽ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടി വൈകുന്നു. ഭൂമിക്ക് ആദ്യ 5 വർഷത്തെ പാട്ടത്തുക ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടും പദ്ധതി രൂപരേഖയും ജില്ലാ ഭരണകൂടം സർക്കാരിലേക്ക് അയച്ചിട്ട് മാസങ്ങളായി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.